ഇനിയും നിന്റെ മനസ്സ്, നിന്റെ ശരീരം, നിന്റെ സാഹചര്യം നിന്നോട് തെറ്റ് ചെയ്യാനാണ് ആവശ്യപ്പെടുന്നത് എങ്കിൽ അവസാനമായി ഒരൊറ്റ കാര്യമേ എന്റെ പൊന്നുമോനോട് എനിക്ക് പറയാനുള്ളൂ. അത് ഇതാണ്: ഇദാ അറദ്ത അൻ തഅസിയല്ലാഹ് ഫത്ലുബ് മകാനൻ ലാ യറാകല്ലാഹു വമലായികതുഹു. ഇനിയും തെറ്റ് ചെയ്യാനാണ് ആഗ്രഹമെങ്കിൽ ഫത്ലുബ് മകാനൻ, ഒരു സ്ഥലം അന്വേഷിച്ചേക്കണം. യു മസ്റ്റ് സെർച്ച് എ പ്ലേസ്. ഒരു സ്ഥലം അന്വേഷിച്ചാൽ നിർബന്ധമാണ്. ഒരു സ്ഥലം അന്വേഷിക്കൽ നിനക്ക് നിർബന്ധമാണ്. ഇനിയും തെറ്റ് ചെയ്യാനാണല്ലേ ആഗ്രഹം എങ്കിൽ ഒരു സ്ഥലം അന്വേഷിക്കുക. ആ സ്ഥലത്തിന്റെ പ്രത്യേകത അത് പാർട്ടി കോളനിയാണ്. ഏത് പാർട്ടിയുടെ? ഫത്ലുബ് മകാനൻ ലാ യറാകല്ലാഹ്, അല്ലാഹു കാണാത്ത പാർട്ടി കോളനിയിൽ പോയി തെറ്റ് ചെയ്യാൻ കഴിയോ? വമലായികതുഹു, മാലാകമാരും കാണാത്ത ഗ്രാമത്തിൽ പോയി തെറ്റ് ചെയ്യുമോനെ. ഇന്ന റബ്ബക ലബിൽ മിർസാദ്, അല്ലാഹുവിന്റെ സിസി ക്യാമറയുടെ പരിധിയിൽപ്പെടാത്ത ഒരു സ്ഥലവുമില്ല. മംഗലാപുരം അല്ലാഹുവിന്റെ സിസി ക്യാമറയുടെ അണ്ടർ കൺട്രോളിലാണ്. അല്ലേ എറണാകുളം അണ്ടർ കൺട്രോളിലാണ്. നിന്റെ പർദ്ദയും നിന്റെ ജിൽബാബും ഉണ്ടല്ലോ, തെറ്റ് ചെയ്യാൻ നീ ഉപയോഗപ്പെടുത്തുന്നു. ഈ അടുത്ത കാലത്ത് ധാരാളമായി. അതങ്ങിട്ടാൽ എന്തും ചെയ്യാമെന്നല്ലേ. അല്ലാഹു യഅലമു ഖായിനതൽ അയുനി വമാ തുഖ്ഫിസ് സുദൂർ, ഖൽബിനകത്ത് ഒളിപ്പിച്ചത് പോലും കാണുന്നവനാണല്ലാഹ്. ഇന്നല്ലദീ ഇരുട്ടിന്റെ മറവായാൽ എന്തും ചെയ്യാമെന്ന് കരുതണ്ട. ഇരുട്ടിനെ സൃഷ്ടിച്ചവൻ അല്ലാഹുവാണ്. അതിന്റെ അകത്തുള്ളവരും അവന് കാണാൻ കഴിയുമെന്നാണ്. പിന്നെ എവിടെന്നാ തെറ്റ് ചെയ്യാ? പിന്നെ എവിടെന്നാ തെറ്റ് ചെയ്യാ? മോനെ, ഇദാ അറദ്ത അൻ തഅസിയല്ലാഹ് ഫത്ലുബ് മകാനൻ ലാ യറാകല്ലാഹു വമലായികതുഹു. ഇനിയും തെറ്റ് ചെയ്യാനാണ് നീ ആഗ്രഹിക്കുന്നതെങ്കിൽ അല്ലാഹു മാലാകമാരും കാണാത്തടത്തു പോയിട്ട് തെറ്റ് ചെയ്യണേ മോനെ. 5 ഇഞ്ച് ഐഫോൺ കയ്യിലുണ്ടോ ന്യൂജന, ഇല്ലാതെ വന്ന ലവനൊരു പഴഞ്ചന. അവർക്കിന്ന് ഹരരസം കൂട്ടുവാൻ കഞ്ചന. സുബ്ഹാന റബ്ബി, കാക്കണം ഈ വഞ്ചന. ആംഫറ്റമിന്റെയും പെത്തഡിന്റെയും ഹീറോയിന്റെയും പടച്ചവനെ കിങ്ലിയറിന്റെയും ക്ലിയോപാട്രയുടെയും ഹഷീഷിന്റെയും കഞ്ചാവിന്റെയും LSD പോലുള്ള ലഹരി സ്റ്റാമ്പുകളുടെയും അടിമകളായ ആണേ പെണ്ണേ, ഫത്ലുബ് മകാനൻ ലാ യറാകല്ലാഹ്. ഭാര്യ അറിയാതെ കൊല്ലങ്ങളോളം സേവിക്കാൻ, ആസ്വദിക്കാൻ ലഹരി നിനക്ക് സാധിച്ചെന്നിരിക്കാം. പക്ഷെ അല്ലാഹു അറിയുന്നുണ്ട്. ജഗനിയന്താവായ നാഥൻ അറിയുന്നുണ്ട്. മേലാപ്പ പോലെ ആകാശത്തെ സംവിധാനിച്ച പടച്ചവൻ അറിയുന്നുണ്ട്. അമ്പരകങ്ങളിൽ പരകോടി ഗഗനചാരികളെ ഫിറ്റ് ചെയ്ത് പ്രകാശിപ്പിക്കുന്ന അല്ലാഹു അറിയുന്നുണ്ട്. കളകരാരവത്തോട് ഒഴുകിപ്പോകുന്ന പുഴകളെ സംവിധാനിച്ച് ഒരുപാട് പ്രപഞ്ചത്തിന് മനോഹാരിത നൽകിയ അല്ലാഹു അറിയുന്നുണ്ട്. ശിൽക്കാരത്തോടെ പറന്നകലുന്ന പറവകളെയും വിമാനങ്ങളെയും 12 കിലോമീറ്ററുകൾക്കപ്പുറത്ത് മണിക്കൂറിൽ ആയിരക്കണക്കിന് മൈല് വേഗതയിൽ പറത്തിക്കൊണ്ടുപോകുമ്പോ സ്ട്രാറ്റോസ്ഫിയറിൽ പിടിച്ചു നിർത്തുന്ന അല്ലാഹു അറിയുന്നുണ്ട്. ടോർച്ചടിക്കുന്ന പോലെ വിദൂരത്തേക്ക് വെളിച്ചം വിതറാൻ ശേഷിയുള്ള കണ്ണുകൾ കൊടുത്ത മത്സ്യങ്ങൾ സമുദ്രത്തിന്റെ ആഴിയിലുണ്ട്. അവകളെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന രാജനായ അല്ലാഹു അറിയുന്നുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ട മോനെ, നീ നുണയുന്ന ലഹരിയും നീ ആസ്വദിക്കുന്ന ലൈംഗികയും എവിടെ വെച്ചായാലും പടച്ചവൻ അറിയുന്നുണ്ട്. അല്ലാഹു അറിയാത്ത വിഷയങ്ങളൊന്നുമേ ഇല്ല. നീ വലിയ ഇമേജ് ഉള്ളവനാണ്, പ്രസ്റ്റേജ് ഉള്ളവനാണ്, നീ ഒരു പബ്ലിക് ഫിഗറാണ്, നാട്ടുകാർക്ക് ആവശ്യമായവനാണ്. എല്ലാ വിഷയത്തിലും നിന്റെ കൈകളുണ്ട്. നിന്റെ കൈകളില്ലാത്തതൊന്നും നാട്ടിൽ നടന്നിട്ടില്ല. ശരി തന്നെയാണ്. അങ്ങനെയുള്ള നീയാണ് ഒരു വാഹനത്തിൽ യാത്ര ചെയ്യുന്നത്.
കൂടെ നിന്റെ കൂട്ടുകാരുണ്ട്, ഫാമിലി ഉണ്ട്, ഇരിക്കട്ടെ. ആരായാലും പടിഞ്ഞാറ് ഭാഗത്തൂടെ കടന്നു വരുന്ന, ഓപ്പോസിറ്റ് സൈഡിലൂടെ കടന്നു വരുന്ന കാണാൻ മഞ്ചുള്ള പെൺകുട്ടിയെ ഡയറക്റ്റ് നോക്കുന്നത് എങ്ങനെയാ? ഞാൻ നാട്ടിൽ ആരാ അത് കരുതിയിട്ട് നോക്കാതെ അവൾ കടന്നുപോയ ശേഷം നിന്റെ വാഹനത്തിന്റെ ഇരു സൈഡുകളിലും സ്ഥാപിച്ച മിററിലൂടെ അവളുടെ ബാക്ക് സീറ്റ് കട്ടു നോക്കുന്ന ചെറുപ്പക്കാരാ, അല്ലാഹു അറിയുന്നുണ്ട് കേട്ടോ. അല്ലാഹു യഅലമു ഖായിനതൽ അയുനി വമാ തുഖ്ഫിസ് സുദൂർ. പടച്ചവൻ അറിയാത്ത വിഷയം ഒന്നുമേയില്ല, അല്ലാഹു അറിയാത്ത ഒന്നുമേയില്ല. എല്ലാം അല്ലാഹു അറിയുന്നുണ്ട്. അതുകൊണ്ട് അവൻ അറിയാത്തിടങ്ങളിലേക്ക് പോകണമെന്നാണ്. ഇന്ന റബ്ബക ലബിൽ മിർസാദ്. അല്ലാഹുവിന്റെ റഡാർ സംവിധാനം ഏത് ദുർപ്രദേശങ്ങളിലായാലും ഏത് വൻകരകളിലായാലും ഉണ്ട്. അതുകൊണ്ട് ഇതൊക്കെ ഓർമ്മിക്കുകയും ഇതൊക്കെ നെരിപ്പോട് പോലെ നെഞ്ചകത്ത് കൊണ്ട് നടക്കുകയും അമലുകൾ ചെയ്യാൻ വേണ്ട വ്യഗ്രത പ്രശ്നങ്ങൾ കാണിക്കുകയുമാണ് പ്രിയപ്പെട്ട മുഅ്മിനെ നമ്മൾ ചെയ്യേണ്ടത്. അത് കാണിച്ചു തരാൻ വന്ന അമ്പിയാക്കൾ അമ്പയറെ പോലെ സ്റ്റെമ്പിന് പിന്നിൽ നിന്നതല്ല, ഓടി കാണിച്ചു തന്നിട്ടുണ്ട്. അമ്പയർ റഫറിയൊക്കെ ക്ലാസ് എടുക്കും അല്ലേ, എന്നാൽ അത് ഓടിയിട്ട് കളിച്ചു കാണിച്ചാൽ ചിലപ്പോൾ വളരെ കുറവാണ്. പ്രിയപ്പെട്ട മോനെ, എന്നാൽ 1,24,000 പ്രവാചകന്മാർ വന്നിട്ട് വാഫിയെ പോലെ വയല് പറഞ്ഞു പോയതല്ല, അല്ലേ? ദാരിമി ഉസ്താദുമാരെ പോലെ വയല് പറഞ്ഞു പോയതല്ല, വാഖബി ഉസ്താദുമാരെ പോലെ വയല് നടത്തി പോവുകയല്ല, കാണിച്ചു തന്നതാണ് ജീവിതത്തിൽ. പടച്ചവനെ ചെയ്യുന്ന നസിയത്ത് ഇഖ്ലാസുള്ളതാക്കണേ അല്ലാഹ്. ഇന്നഹും കാനൂ യുസാരിഊന ഫിൽ ഖൈറാത്ത്. എല്ലാ പ്രവാചകന്മാരും നന്മയ്ക്ക് വേണ്ടി ഓടിയവരായിരുന്നു. ഓടി വരാൻ റോൾ മോഡലാണ്. അവരോടിയിട്ട് പറഞ്ഞു, എന്റെ സമുദായമേ നിങ്ങൾ ഓടണമെന്ന്. സാബിഖൂ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്. ആരാണ് അമ്പിയാക്കന്മാർ? സാരിഊന ഫിൽ ഖൈറാത്ത്. സൂറത്ത് അംബിയായിലുണ്ട് അവർ നന്മയ്ക്ക് വേണ്ടി ഓടിയവരായിരുന്നുവെന്ന്. അറിയണേ, അവരെ കണ്ട സഹാബത്ത്, അവരെ കണ്ട ഹവാരിയങ്ങള്, അവരെ കണ്ടവരെല്ലാം ഓടിയിട്ടുണ്ട്. ഒരു ദിവസം രാവിലെ ഹബീബ് വന്ന് ചോദിച്ചു സഹാബത്തിനോട്, യാ സഹാബ, അല്ലയോ സഹാബത്തെ, ഹൽ അസ്ബഹ മിൻകുമൽ യൗമ സായിമാ. ഇന്ന് നോമ്പ് നോറ്റ ആരെങ്കിലും ഉണ്ടോ? ഇന്ന് നോമ്പെടുത്ത ആരെങ്കിലും ഉണ്ടോ? അതൊരു ബറാത്തിന്റെ പകലായിരുന്നില്ല, അതൊരു റജബിന്റെ ശഅബാന്റെ പകലായിരുന്നില്ല, അതൊരു മിഅ്റാജ് നോമ്പിന്റെ പകലായിരുന്നില്ല. സഹാബത്തെ ആരെങ്കിലും നോമ്പ് നോറ്റിട്ടുണ്ടോ? നിശബ്ദതയാണ്. ഫസഖതു. ആരും ശബ്ദിക്കണില്ല. നിശയുടെ ഗർഭത്തെ കീറി മുറിച്ചിട്ട് ഒരാളെ എണീറ്റ് നിന്നു. ഖാമ അബൂബക്കർ ഖാല അന യാ റസൂലല്ലാഹ്. ഞാൻ ഇന്ന് നോമ്പ് നോറ്റിട്ടുണ്ട് നബിയേ. നബി തങ്ങൾ വീണ്ടും ചോദിച്ചു, ഹൽ ഹാദ അഹദും മിൻകുമൽ യൗമ മരീളാ. ഇന്ന് ആരെങ്കിലും രോഗിയെ സന്ദർശിച്ചവരുണ്ടോ? ആരെങ്കിലും രോഗിയെ സന്ദർശിച്ചവരുണ്ടോ? നിശബ്ദതയാണ്. നിശയുടെ നിശബ്ദതയെ കയറി മുറിച്ചിട്ട് ഒരാളെ എണീറ്റ് നിൽക്കുകയാണ്. ഖാമ അബൂബക്കർ ഖാല അന യാ റസൂലല്ലാഹ്. ഞാനുണ്ട് നബിയേ, ഞാൻ ഇന്നൊരു രോഗിയെ സന്ദർശിച്ചിട്ടുണ്ട് നബിയേ. നബി തങ്ങൾ വീണ്ടും ചോദിച്ചു, അല്ലയോ സഹാബത്തേ, ഹൽ തസദ്ദഖ അഹദും മിൻകുമുൽ യൗമ സദഖ. ആരെങ്കിലും സദഖ കൊടുത്തിട്ടുണ്ടോ ഇന്നത്തെ പകലിലെന്ന് ചോദിച്ചു പുണ്യ നബി. നിശബ്ദതയാണ്. ഫഖാമ അബൂബക്കർ വഖാല അന യാ റസൂലല്ലാഹ്. ഞാൻ ഇന്ന് സദഖ നൽകിയിട്ടുണ്ട് നബിയേ. ആരാണിത്? എല്ലാ ട്രാക്കിലും കയറി ഓടിയവരാണ്, എല്ലാ ഈവന്റിലും പങ്കെടുത്തവരാണ്, എല്ലാത്തിലും പങ്കെടുത്തു. എന്തിന്? അല്ലാഹുവിങ്കലേക്കുള്ള ഓട്ടത്തിലാണ്. അങ്ങനെയാ നമ്മളും ആവേണ്ടത്. വയലിൽ നടന്നുകൊണ്ടിരിക്കുന്ന 2ോ 3ാമത്തെ ദിവസമാണ്. ആ സമയത്ത് ലേലം വിളിച്ചപ്പോ 6666 നന്മക്ക് വേണ്ടിയിട്ട് ചെലവഴിക്കണമേ എന്ന്, സഹചാരിയിലേക്ക് തരണമേ എന്ന്, ആതുര സേവനത്തിന് ആവശ്യമായ വസ്തുക്കൾ വാങ്ങാൻ നിങ്ങൾ തരണമേ, സ്പോൺസർ ചെയ്യണമേ എന്ന് പറഞ്ഞപ്പോ ഒരാളും എണീറ്റ് നിന്നതേയില്ല. ആരും ഒന്നും പറയണില്ല.
എല്ലാ ഖത്തീബിനോട് ചോദിച്ചല്ലോ ഉസ്താദെ എന്താ ഇന്നലത്തെ അവസ്ഥ? ഇന്നലെ വന്ന റഹ്മാൻ ഉസ്താദ് എല്ലാ പിരിവായിരുന്നു, കാലി തന്നെയായിരുന്നു വന്നത്. അയാൾ എല്ലാരെയും പേര് വിളിച്ചിട്ട് എല്ലാവരോടും പൈസ വാങ്ങി. അപ്പൊ ഇന്ന് ആരും തരുന്നില്ല. അങ്ങനെയാ നമ്മൾ ഇന്നലെ കൊടുത്തിട്ടുണ്ട്, ഇന്നില്ല. രാവിലെ നോമ്പാണ് അല്ലേ, നോമ്പ് നോറ്റിട്ടുണ്ട് മഗ്‌രിബ് വരെ, ശരിയാണ്. ഇന്ന് വാലിനില്ല. എന്തേ? ഞാൻ നോമ്പുകാരനാണ്, ഒന്നു മതി അല്ലേ? ഞാൻ ഇന്നലെ 10,000 കൊടുത്തിട്ടുണ്ട്, ഇനി വേണ്ട. നമ്മൾ അങ്ങനെയാണ്, ഒന്നായാൽ എന്തൊക്കെയോ ആയി എന്നാണ്. സയ്യിദുനാ സിദ്ദീഖ് നോമ്പുകാരനാണ്. നബിയേ ഇന്ന് നോമ്പുകാരനാണ്, മറ്റൊന്നും ചെയ്യാൻ എനിക്കാവില്ല. ഒരാള് അസുഖമായി കിടക്കുന്ന നമ്മൾ പോയി കാണൽ നല്ലതാണ്. ആചാര്യ ഞാൻ നോമ്പ, നിങ്ങളൊന്ന് പോയിട്ട് പോരി, എന്നിട്ട് ഞാൻ പോവാം. അങ്ങനെയല്ല. ഞാൻ ഇന്ന് രോഗിയെ സന്ദർശിച്ചിട്ടുണ്ട്, ഞാൻ ഇന്ന് സദഖ കൊടുത്തിട്ടുണ്ട്. എല്ലാ ട്രാക്കിലും കയറിയിട്ട് എല്ലാ ഇവന്റും ഏറ്റെടുത്ത് കളിച്ച ആളാണ് സയ്യിദുനാ സിദ്ദീഖ്. എവിടെയാണോ അവസരം അവിടെ ഓടാനാ നമ്മൾ ഓരോരുത്തരും ശ്രമിക്കേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നരകത്തെ തൊട്ട് ഏതൊക്കെ വിധത്തിൽ ഓടാൻ കഴിയുമോ, ഏതൊക്കെ വിധത്തിൽ ഓടാൻ കഴിയും, അങ്ങനെ നരകത്തെ പേടിച്ച് ഓടേണ്ട ആളുകൾ കിടന്നുറങ്ങുന്നത് കാണുമ്പോ അവരെക്കാൾ വലിയ വിഡ്ഢി വേറെയില്ല. ആരംഭ നബി മുഹമ്മദ് മുസ്തഫ നമ്മളെ കുറിച്ചല്ലേ പറഞ്ഞത്. നരക എങ്ങനെ ഇതിൽ നിന്ന് ഓടാൻ കഴിയും? അങ്ങനെ മത്സരിച്ചോടേണ്ടവർ ഒരു ബോധവുമില്ല. രാത്രി കിടക്ക്, രാവിലെ തേരാപാര നടക്കുകയാ നമ്മൾ. അങ്ങനെയല്ലല്ല വേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, എവിടെയാ സ്വർഗത്തിന്റെ ടിക്കറ്റ് കിട്ടുന്നത്, എവിടെയാ സ്വർഗത്തിന്റെ എൻട്രി പാസ് കിട്ടുന്നത്, അത് കരിഞ്ചന്തായെങ്കിലും വേണ്ടിയില്ല. അങ്ങനെ ഓടി ഉള്ളിടത്ത് ചെന്ന് നേടിയെടുക്കേണ്ട ആ ഒരു സ്വർഗത്തിന്റെ എൻട്രി പാസിന് വേണ്ടി ശ്രമിക്കേണ്ട ആളുകൾ ഒരു ബോധവുമില്ലാതെ കിടക്കുന്നത് കാണുമ്പോ അവനേക്കാൾ വലിയ വിഡ്ഢി വേറെയില്ല. രാജകുമാരനെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ ഇന്ന് സദഖ കൊടുത്തിട്ടുണ്ട് നബിയേ, ഞാൻ ഇന്ന് പാവപ്പെട്ടവരെ സഹായിച്ചിട്ടുണ്ട് നബിയേ, ഞാൻ ഇന്ന് സഹചാരിയിൽ അംഗമാണ് നബിയേ, ആതുര സേവനം ചെയ്തിട്ടുണ്ട് നബിയേ. എന്റെ പ്രിയപ്പെട്ട കുട്ടികളെ, നിങ്ങളേറെ നന്മയിലാണ്. എന്തൊക്കെയാ നിങ്ങൾ ചെയ്യുന്നത്? എന്തൊക്കെയാ നാടിന് വേണ്ടി സമർപ്പിക്കുന്നത്? എല്ലാവരെയും സഹായിക്കുന്നത്, അബലരുടെ, അശരരുടെ, വേപത് പേറുന്നവരുടെ, വ്യതയുള്ള ആളുകളുടെ മനസ്സ് കാണുന്നവർ. ഒരു വ്യക്തിയുടെ കൽബിനകത്തേക്ക് സന്തോഷം വിതറാൻ, സന്തോഷം പകരാൻ ഏത് മാധ്യമമാണോ അതിനെല്ലാം എന്റെ ചെറുപ്പക്കാര് റെഡിയാണ്. ഉമ്മമാരെ, ഉപ്പമാരെ, നിങ്ങളേറെ നന്മയിലാണ്. സമസ്ത കേരള സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷൻ എന്ന് പറഞ്ഞാൽ നന്മയുടെ പ്ലാറ്റ്ഫോമുകളാണ്. ഹബീബിനോട് ചോദിച്ചു സഹാബത്ത്, അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ളവരാണ്, ഏറ്റവും ഇഷ്ടപ്പെട്ട വ്യക്തി ആരാണ്, ഏറ്റവും ഇഷ്ടപ്പെട്ട അടിമയാരാണ്? അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞത് അൻഫഉഹും ലിന്നാസ്, ജനങ്ങൾക്ക് ഉപകാരം ചെയ്യുന്നവനെയാണ്, ജനങ്ങൾക്ക് ഉപകാരം ചെയ്യുന്നവളെയാണ്. നിങ്ങളുടെ മക്കൾ നന്മയിലാണ്, നാടിന്റെ നന്മക്ക് വേണ്ടിയിട്ട്, നാടിന്റെ ആതുര സേവനങ്ങൾക്ക് വേണ്ടിയിട്ട്, നാളെയുടെ നന്മയുടെ മക്കളായി, ഈ കരിയാടിന്റെ സ്ട്രീറ്റ് ലൈറ്റുകളായി, എല്ലാവരിലേക്കും നന്മ പകരുന്ന സാംസ്കാരികപരമായി, സാമൂഹികപരമായി, എല്ലാ മതപരമായി, ഭൗതികപരമായി എല്ലാ നന്മക്കും വേണ്ടിയിട്ട് പ്രാപ്തരാവാൻ അവർക്കൊരു പന്താവ് ഇന്ന് കേരളത്തിലുണ്ട്, ഇന്ന് ഭൂമുഖത്തുണ്ട്. നിങ്ങളുടെ മക്കൾ ആ മാർഗത്തിൽ സഞ്ചരിക്കട്ടെ, പിൻവലിക്കല്ലേ. നന്മയാണ്. ദാരിമി ഉസ്താദിനെ പോലുള്ളവർ അതിനിങ്ങനെ കൺട്രോൾ ചെയ്ത് ലീഡ് ചെയ്ത് പോകുമ്പോ ഒന്നുകൊണ്ടും പേടിക്കാനില്ല. ധൈര്യമാണ്, ധൈര്യമാണ്. പിച്ചും പിഞ്ചു മക്കളാണ്. അവർക്ക് വേണ്ടി കിട്ടേണ്ട നന്മയുടെ ലോകത്തേക്ക് അവരെ ചേർത്ത് കൊടുത്താൽ അവർ നാളെയുടെ നന്മയുടെ വക്താക്കളാണ്. അതുകൊണ്ട് ജനങ്ങൾക്ക് നന്മ ചെയ്യുന്നവരെയാണ് അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടം. നബിയേ, ഞാനത് ചെയ്തിട്ടാണ് നബിയെ ഇന്ന് വരുന്നത്.
ഒരു രോഗിയെ സന്ദർശിച്ചു. അയാൾ സമാധാന വാക്കുകൾ പറഞ്ഞ് അവന് ആനന്ദം കൊടുത്തിട്ടാണ് ഞാൻ വരുന്നത് എന്ന് പറഞ്ഞപ്പോ ഫളഹിക്കൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം ഹത്തസ്തഅലാ ബിഹിൽ ലഹിക. ഹബീബിന്റെ ചിരി ഇത്തിരി ഉച്ചത്തിലായി. വളരെ അപൂർവമായിട്ട് നടക്കുന്ന സംഭവമാണത്. നബി ചിരിച്ച് ഇത്തിരി ഉച്ചത്തിലാണ്, സന്തോഷമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഈ സഹാബി സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു സ്വർഗ്ഗത്തിലാണ്. സ്വർഗ്ഗത്തിന്റെ ആളുകൾക്കല്ലാതെ ഇങ്ങനെ ഒരുപാട് കർമ്മങ്ങളെ ഒരുമിച്ച് കൂട്ടാൻ കഴിയില്ല. ഒരേ ദിവസം ഒരേ സമയം നമുക്ക് പറ്റണില്ലല്ലോ. നമ്മൾക്ക് കഴിയാറുണ്ട്. ആലോചിക്കാനാണ് ഈ പറയുന്നത്, ഉപദേശമല്ല, ഉപദേശിക്കാൻ ഞാൻ ആളുമല്ല. ലാ ഇക്റാഹ ഫിദ്ദീൻ. ഓരോരുത്തരും സ്വത്വത്തോട് പലതവണ ചോദിക്കണം, ഇന്നത്തെ വാളിൽ ഏത് വിഷയമാണ് ഞാനുമായി ബന്ധപ്പെടുന്നത്, ഏതാണ് എനിക്ക് ചെയ്യാൻ പറ്റിയത്, അതല്ലേ സമൂലമായ മാറ്റത്തിന് നമ്മൾക്ക് നാളെ വഴിയൊരുക്കുന്നത്. ഞാനേറെ വിശദീകരിക്കുന്നില്ല, 10 മണിയോളം ആവുന്നുണ്ട്. കൊണ്ടുവന്ന വിഷയത്തിന്റെ ഒരു 20% പോലും പറയാൻ കഴിയാതെ ഞാൻ അവസാനിപ്പിക്കുകയാണ്. സയ്യിദുനാ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ബദറിന്റെ രണഭൂമികയിലാണ്. നബി തങ്ങൾ പറഞ്ഞു, ലാ യുഖദ്ദിമന്ന അഹദും മിൻകും ഇലാ ശൈഇൻ ഹത്താ അകൂന അന ദൂനാ. ഞാൻ ഉപദേശം തരുന്നതുവരെ ഒരാളും അനങ്ങിപ്പോകരുതേ സഹാബത്തെ. ബദർ ഭൂമിയിൽ യുദ്ധത്തിന് റെഡിയായിട്ടല്ലെങ്കിലും അവർ വന്നു ചേർന്നിരിക്കുകയാണ്. അവർ വന്നത് തങ്ങളുടെ ചരക്ക് കൊണ്ടുപോകുന്ന കച്ചവട സംഘത്തെ പിടിക്കാനാണ്. പക്ഷെ യുദ്ധത്തിനായിരുന്നു അള്ളാഹുവിന്റെ തീരുമാനം. അവർ വന്നിരിക്കുമ്പോൾ നബി തങ്ങൾ പറഞ്ഞു, ഞാനൊന്നും പറയാതെ ഉരിയാടാതെ ആരും ഒന്നും ചെയ്യരുത്. സഹാബത്ത് നബിയുടെ നിർദ്ദേശം മാനിക്കുകയാണ്. ഫദനൽ മുശ്രികൂൻ. അപ്പോഴാണ് മുശ്രിക്കീങ്ങൾ ഇങ്ങനെ അടുത്തടുത്തേക്ക് വന്നത്. 1000ഓളം ഉത്ബത്തിന്റെ, വലീദിന്റെ, ശൈബത്തിന്റെ, അബൂജഹലിന്റെ നേതൃത്വത്തിൽ 1000 പേരാണ് ബദറിന്റെ ഭൂമികയിലേക്ക് ഇരച്ചു കയറിയത്. ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഖൂമൂ ഖൂമൂ ഇലൽ ജന്ന അർളുഹസ് സമാവാതി വൽ അർളി. ആകാശഭൂമികളുടെ വിശാലതയുള്ള സ്വർഗത്തിലേക്ക് എണീക്കണേ, ഓടണേ. ആർക്കാ താല്പര്യമുള്ളത്? ആകാശഭൂമികളുടെ വ്യാസമുള്ള വലിപ്പമുള്ള സ്വർഗത്തിലേക്ക് ആരാ താല്പര്യപ്പെടുന്നത്? സ്വർഗത്തിലേക്ക് താല്പര്യമുള്ളവരെ എണീക്കണേ, എണീക്കണേ എന്ന് പറഞ്ഞു. യുദ്ധമിതാ ഫർലാക്കിയിരിക്കുന്നു, എണീറ്റ് വരുവിൻ. അപ്പോഴാണ് ഉമൈർ റളിയല്ലാഹു തആല പറഞ്ഞത്, ബഖിൻ ബഖിൻ. ബഖിൻ ബഖിൻ എന്ന് പറഞ്ഞാൽ സന്തോഷം ഉണ്ടാകുന്ന സമയത്ത് പറയുന്ന ഒരു പദമാണ്. കലാസികളൊക്കെ നല്ല കനമുള്ള തടിയെടുക്കുമ്പോ പറയാറുണ്ട്, ഏലൈസ എന്നൊക്കെ പറയുന്ന ചില പദങ്ങൾ പറയാറുണ്ട്. അതുപോലെ അറബികൾ ബഖിൻ ബഖിൻ എന്ന് പറയും. ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, മാ യഹ്മിലുക അലാ ഖൗലിക ബഖിൻ ബഖിൻ. ആരാണ് ഒരു സീരിയസ് കാര്യം പറയുമ്പോ ബഖിൻ ബഖിൻ എന്ന അവശബ്ദം ഉണ്ടാക്കുന്നത്? സീരിയസ് ആയിട്ട് സ്വർഗത്തിലേക്ക് വരൂ എന്ന് പറയുമ്പോൾ ബഖിൻ ബഖിൻ ശബ്ദം ഉണ്ടാക്കുന്ന ആരാണത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഉമർ റളിയല്ലാഹു തആല പറഞ്ഞു, ലാ, അവശബ്ദമല്ല നബിയേ, സീരിയസ് കുറച്ച് കണ്ടതല്ല നബിയേ, പരിഹാസമല്ല നബിയേ. വല്ലാഹി ഇല്ലാ റജാഅൻ അകൂന മിൻ അഹ്ലിഹാ. ആ സ്വർഗ്ഗത്തിലെത്തുന്ന മെമ്പർമാരിൽ ഒരാളാവാനുള്ള ആഗ്രഹമാണ് നബിയേ. അതിൽ ഒരാള് ഞാനായാൽ ആഗ്രഹം കൊണ്ട് പറഞ്ഞതാ നബിയെ ബഖിൻ ബഖിൻ എന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഫഇന്നക മിൻ അഹ്ലിഹാ. എങ്കിൽ ഉമൈറേ, നീ ആ സ്വർഗ്ഗാവകാശികളിൽ പെട്ടവനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ഈ സമയത്ത് ഉമർ റളിയല്ലാഹു തആല അൻഹു ഫഅഖറജ തംറാത്തിൻ മിൻ ഖറനിഹി. തന്റെ ആവനാഴിയിൽ നിന്ന് ഇത്തിരി കാരക്കെ അങ്ങോട്ടെടുത്തു. ആവനായി അറിയില്ലേ? എന്റെ പിള്ളേർക്കറിയാം, പുലിമുരുകൻ കണ്ടതല്ലേ? ആവനായി പിന്നുന്ന എടുത്തിട്ട് അവിടെ വെച്ചു.
കാരക്ക വെച്ചു. അങ്ങനെ അതിങ്ങനെ പൊളിച്ച് ചീന്താക്കി തിന്നാൻ തുടങ്ങി, കുരു കളയാൻ തുടങ്ങി. തിന്നുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് ആ സഹാബി അവിടെയുണ്ടായിരുന്ന കാരക്ക അടുത്ത കൂട്ടുകാരിലേക്ക് നീക്കി വെച്ചിട്ട് പറഞ്ഞത്, ലഇൻ അനഹൈതു ഹത്താ ആകുല തംറാതി ഹാദി, ഈ എടുത്തു വെച്ച കാരക്ക മുഴുവനും ഞാൻ തിന്നാൽ ഒരുപാട് സമയം വേസ്റ്റ് ആകും. ആ സമയം മുഴുവനും ഈ ഒരു നൈമിഷിക ലോകത്തായി പോകുമല്ലോ. ഇന്നഹാ ലഹയാതുൻ തവീൽ, നാളത്തെ ഒരുപാട് സുഹൃതങ്ങൾ നിറഞ്ഞ സ്വർഗത്തിലേക്ക് എത്തേണ്ട സമയം വൈകിപ്പോകുമല്ലോ. അതുകൊണ്ട് കാരക്കനി വേണ്ട എന്ന് പറഞ്ഞ് യുദ്ധഭൂമിയിൽ ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ ഷഹീദായിട്ടാണ് അവരുടെ ഭൂമിയിൽ നിന്ന് സഹാബത്ത് എടുത്തുകൊണ്ടുവന്നത്. മുഅ്മിനെ, അതാണ് നന്മയിലേക്കുള്ള ഓട്ടം, അതാണ് സഹാബത്ത് കാണിച്ചത്, അതാണ് അമ്പിയാക്കന്മാര് നമ്മെ പരിചയപ്പെടുത്തിയത്. നമ്മൾ ഇന്നും ഓടാൻ റെഡിയല്ല, സഹാബത്തിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പല സമയങ്ങളിലായി മത്സരിക്കേണ്ട ഇനങ്ങളെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതിൽ ഒന്നിതാണ് മരുമകനെ അലിയെ, യാ അലി സലാത്തുൽ ലാ തുഅഖിറുഹാ, 3 കാര്യങ്ങളെ പിന്തിക്കല്ലേ അലിയെ, 3 കാര്യങ്ങളിൽ മത്സരിക്കണമേ അലിയെ. അതുകൂടെ പറയാം നമുക്ക്. ഏതാ 3 കാര്യം? അസ്സലാത്തു ഇദാ അതത്, അസ്സലാത്തു ഇദാ അതത്, സമയമായാൽ നിസ്കരിക്കണേ അലിയെ. ബാങ്ക് വിളിച്ചാൽ സമയമായാൽ നിസ്കരിക്കണേ അലിയെ. ആരോടാ പറയുന്നത്? അലിയോട്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ എത്ര വക്താണ് ഖലായി പോയത്. +1 +2 പഠിക്കുന്ന ആണ് പെണ്ണെ, പ്രത്യേകിച്ച് എന്റെ സഹോദരിമാരെ, എത്ര പേരുടെ 400ഓളം ദിവസത്തെ 2 വർഷത്തെ കോഴ്സ് കഴിയുമ്പോഴേക്കാണ് ളുഹർ ഖലായി പോയത്. മറുപടി പറയാനുണ്ടോ? ഉദുറ് പറയാനുണ്ടോ? പ്രയർ ഹാള് പോലും ഇല്ലാത്ത ആന്റി മുസ്ലിം മാനേജ്മെന്റിന്റെ കലാലയത്തിൽ ചേർത്ത് പോകുന്നില്ലേ നീ? A+ വേണ്ടി ചേർത്തിട്ടില്ലേ നീ? ഒരു കുട്ടിക്ക് A+ ആണോ വേണ്ടത്? A+ ആണോ ഒരു കുട്ടിയുടെ ഏറ്റവും വലുത്? ആലോചിക്കണേ. ഇന്ന് ജനുവരി 1, നാളെ 2, മറ്റന്നാളാണ് SSLC റിസൾട്ട് വരുന്നത് എന്നാ ഞാൻ വിചാരിക്കുന്നത്. അങ്ങനല്ലേ? മെയ് 3 അടുത്ത വ്യാഴാഴ്ച അല്ലേ? വ്യാഴം 3 തന്നെ, ഇന്ന് ചൊവ്വല്ലേ? ഇരിക്കട്ടെ, ഏതായാലും റിസൾട്ട് വരാനിരിക്കുകയാണ്. തന്റെ കുട്ടിയെ ചേർത്തേണ്ടത് A+ന്റെ പരസ്യം നൽകുന്ന സ്ഥാപനത്തിലേക്കാണോ? തന്റെ കുട്ടി ബെസ്റ്റ് പേഴ്സണാലിറ്റി ഉള്ള കുട്ടിയല്ലേ ആവേണ്ടത്? 4ാം ക്ലാസ് പോലും ഇല്ലാത്ത വല്യപ്പാക്ക് എത്ര അദബായിരുന്നു അല്ലേ? ഇന്ന് ഡിഗ്രി കഴിഞ്ഞവൻ, IAS കിട്ടിയവൻ എന്ത് അദബാണ്. വാ തുറന്നാൽ ചില സമയത്തൊക്കെ കോൾ ചെയ്യുന്നത് കേട്ടാൽ ലജ്ജിച്ച് തലതായിട്ടു. ഉന്നത ഡിഗ്രിക്കാരനാണ്. അവന് വിദ്യാഭ്യാസമല്ലാതെ അവന് ബെസ്റ്റ് എഡ്യൂക്കേഷൻ കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിൽ മതവിദ്യാഭ്യാസമില്ല, ധാർമ്മികതയില്ല, ഒന്നുമില്ല. അവന് A+ മാത്രം. ബെസ്റ്റ് പേഴ്സണാലിറ്റി നൽകാൻ ബാപ്പ, അദബ് നൽകാൻ ഉമ്മ, മെന്ററാവാൻ രക്ഷിതാവേ, ഗാർഡിയനെ നിങ്ങൾക്ക് എനിക്ക് കഴിഞ്ഞിട്ടില്ല. മക്കളെ വളർത്താന്ന് പറഞ്ഞിരുന്ന ഒരു കാലത്ത് ഇന്ന് മക്കളെ വളർത്തണില്ല. മക്കൾ വളരുകയാണ് അല്ലേ? ഭക്ഷണം വെച്ചു കൊടുക്കലാണോ വളർത്തൽ? അല്ല. പലതും കഴിച്ചിട്ട് കുട്ടികളങ്ങ് വളരുക. പക്ഷെ വളർത്താൻ നമുക്കായിട്ടില്ല. വളർത്താനാണ് നമ്മൾ ഓരോരുത്തരും ആഗ്രഹിക്കേണ്ടത്, വളർത്താനാണ് നമ്മൾ ഓരോരുത്തരും കൊതിക്കേണ്ടത്. പ്രിയപ്പെട്ട മുഅ്മിനെ, ബെസ്റ്റ് പേഴ്സണാലിറ്റി ഉള്ള മക്കളാക്കാൻ ഒരുപാട് സ്ഥാപനങ്ങൾ നമ്മുടെ പരിസരങ്ങളിലുണ്ട്. ആർക്കാണ് അതിനൊക്കെ താല്പര്യമുള്ളത്? ആർക്കാ താല്പര്യമുള്ളത്? കേവലം +1 +2-നപ്പുറം, ഡിഗ്രിക്കപ്പുറം ഏത് ബാപ്പയാണ് ധർമ്മലോകത്ത് പഠിപ്പിക്കാനിടയുള്ളത്? വഫിയകളുടെ ഒരുപാട് കോളേജുകളുണ്ട്, അഫ്ദലുമ പഠിപ്പിക്കുന്ന ഒരുപാട് കോളേജുകളുണ്ട്. ഇസ്ലാമിക മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് പഠിക്കാൻ കഴിയുന്ന ശിക്ഷണമുള്ള കോളേജുകൾ എമ്പാടുമുണ്ടായിട്ടും മെറിറ്റിന്റെ പിന്നാലെ ഓടിപ്പോയിട്ട് നിങ്ങൾക്ക് ഏതാവാനാ മക്കളെ താല്പര്യപ്പെടുന്നത്? എന്താവാനാണ് ആഗ്രഹം?
എവിടെ എത്താനാണ് ആഗ്രഹം? ഒരു വഫിയയുടെ അപ്ലിക്കേഷൻ കൊടുക്കാൻ, സഹറാവയുടെ അപ്ലിക്കേഷൻ കൊടുക്കാൻ, ഒരു വഫിയ, ഒരു ഹുദവി, അങ്ങനെ തുടങ്ങിയിട്ട് ആവാൻ താല്പര്യമില്ലാത്തവർ, ആക്കാൻ താല്പര്യമില്ലാത്തവർ തലമുറയെ ഏറ്റവും വലിയ ധർമ്മമണ്ഡലങ്ങളെ കുഴിച്ചു മൂടല്ലേ എന്ന് മാത്രമേ ഈ സമയത്ത് നിങ്ങളോട് പറയാനുള്ളൂ. റിസൾട്ട് വരികയാണ്, മൂല്യം നോക്കിയിട്ട് ചേർത്താൻ റെഡിയാവ്. കാശല്ല വലുത്, കാശ് അല്ലാഹു തരും. നഹ്നു നർസുഖുക, അല്ലാഹു തരുന്നതാണ്. ഇന്നത്തെ നിങ്ങളുടെ കയ്യിൽ കിടക്കുന്ന ഐഫോൺ, ആപ്പിള്, അത് നിർമ്മിച്ചെടുത്ത ആ ഒരു പേഴ്സൺ, വ്യക്തി പറഞ്ഞിട്ടുള്ളത്, ഞാൻ കലാലയത്തിൽ പോയിരുന്നുവെങ്കിൽ എനിക്ക് ആപ്പിള് കണ്ടുപിടിക്കാനാവില്ലെന്നാണ്. അതുകൊണ്ട് സ്കൂളിൽ നിന്ന് പേരിട്ടണമെന്നല്ല, അതല്ല വലുത്. ബെസ്റ്റ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞിട്ട് A+ ഉണ്ടാക്കലല്ല വലുത്. ഇന്നത് A+ മാത്രം വലുതെന്നാ വിചാരിച്ചത്. പ്രിയപ്പെട്ടവരെ, മനസ്സിലാക്കി. അദ്ദേഹത്തിന്റെ പ്രസംഗത്തിലാണ് ഈ ആപ്പിൾ എന്ന് പറയുന്ന ഇന്ന് ആഗോളതലത്തിൽ വ്യാപിച്ചു കിടക്കുന്ന ഈ വലിയ കമ്പനിയുടെ ഉടമസ്ഥൻ പറയുന്നത്, ഞാനിത് കണ്ടുപിടിക്കുമായിരുന്നില്ല അന്ന് എന്റെ കലാലയത്തിൽ നിന്ന് ടീച്ചർ എന്നെ പഠിക്കു വെളിയിൽ നിർത്തിയില്ലായിരുന്നുവെങ്കിൽ. ഏതോ വിഷയത്തിന് പുറത്താക്കിയതാണ്. അപ്പൊ വിദ്യാഭ്യാസം എന്ന കേവല പുസ്തക പുഴുവനല്ല വില, ബെസ്റ്റ് പേഴ്സണാലിറ്റി ഉണ്ട്. എന്നിട്ട് പറഞ്ഞു, ഈ ഭൂഗുരുത്വാകർഷണ ബലം കണ്ടുപിടിച്ചത് ഐസക് ന്യൂട്ടൺ. അയാള് തന്നെ അയാളെ പ്രസംഗത്തിൽ ചേർത്ത് പറഞ്ഞത് ഐസക് ന്യൂട്ടൺ ആയത് അവര് കലാലയത്തിൽ പോയിരുന്നാൽ അവരെ തലയിൽ ആപ്പിൾ വീഴുമായിരുന്നില്ലെന്ന്. ആ കഥ മിത്താണോ അല്ല എന്നുള്ളത് എന്റെ ചർച്ചയല്ല. അന്നൊരു തേങ്ങ ഒരാപ്പിളും വീട്ടുണ്ടോ ഇല്ല എന്നതാണ് സത്യം. ഇരിക്കട്ടെ, അത് ചില വിഷയങ്ങൾ പഠിക്കാൻ എന്തെങ്കിലും ഒരു കഥയോട് ചേർത്ത് വെച്ചാൽ വളരെ സിമ്പിളാണ്. ഇരിക്കട്ടെ, ഏതായാലും അത് രണ്ടും ബെസ്റ്റ് A+കാരനല്ല. പ്രിയപ്പെട്ട മോമിനെ, ഞാൻ പറഞ്ഞു പോയെന്ന് മാത്രം. ചുരുങ്ങിയത് മോളെ ചേർക്കുന്ന കലാലയത്തിൽ നിസ്കരിക്കാനുള്ള സൗകര്യമെങ്കിലും ഉണ്ടോ എന്ന് നോക്കിയിരിക്കണം. ചുരുങ്ങിയത് പ്രയർ ഹാളെങ്കിലും ഉണ്ടോ? 400 ദിവസത്തെ വർക്കിംഗ് ഡേയിലെ ളുഹർ ഖലാഅത്തിന്റെ ഉത്തരവാദിത്തം നാളത്തെ ലോകത്ത് മകൾ ഒരു പ്രശ്നം ഉണ്ടാവില്ല, അവള് മെല്ലെ എടുത്തിട്ട് പാപ്പന്റെ ഉമ്മന്റെ തലയിലിട്ട് വരും. ഞങ്ങൾക്ക് അന്നൊരു ഗഡ്സും ഇല്ലായിരുന്നു റബ്ബേ, ഇവരാണ് എന്നെ ചേർത്തത് എന്ന്. നമ്മളൊന്നും കുണ്ടില്ല, നമ്മളൊന്നും താഴെയാണ്, നമ്മളൊന്നും പരാജിതരാണ്. അവസരം നമ്മൾ തന്നെ ഒരുക്കല്ലേ. അറിയണേ, 8 7 കുട്ടികൾ വളർന്നു വരുന്നുണ്ട്. UP കഴിഞ്ഞ് ഹൈസ്കൂൾ തലത്തിലെത്തുമ്പോ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് എന്ന് പറയുന്ന ഒരു സംവിധാനമുണ്ട്. പറഞ്ഞപ്പോ ഞാൻ അങ്ങ് 1-2 ദുരന്തങ്ങൾ പറയാം നിങ്ങളോട്. ഇവിടെ വന്ന രക്ഷിതാക്കളിലോ ഇവിടെ എന്റെ ശബ്ദം കേൾക്കുന്ന കുട്ടികളിലോ പ്രത്യേകിച്ച് പെൺകുട്ടികളിലോ ആരെങ്കിലും SPCയിൽ ഉണ്ടെങ്കിൽ രാജിവെച്ചേക്ക്. എന്താ SPC അറിയോ? സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് എന്നാണ്. ആ പോലീസ് കേഡറ്റിൽ പോലീസുമാരുടെ വേഷം ധരിച്ച് തലമറക്കാത്ത പെൺകുട്ടികളെ സൃഷ്ടിക്കുകയാണ്. പ്രിയപ്പെട്ട മുമ്പിനെ, കഴിഞ്ഞ കൊല്ലം വരെ അങ്ങനെയായിരുന്നു. ഇങ്ങനെ ഒരു വയറിളൊക്കെ കഴിഞ്ഞ് ഇറങ്ങിയപ്പോ ഒരു മാഷ് വന്നിട്ട് പറഞ്ഞു, ഉസ്താദ് നിങ്ങൾക്ക് കുറച്ചുകൂടി അങ്ങോട്ട് ഞാൻ പറഞ്ഞുതരാം. ഈ കൊല്ലം മുതൽ ആഴ്ച 2 ദിവസമായിരുന്നു പോലീസ് വേഷം ധരിച്ച് പെൺകുട്ടികൾ തലക്ക് മുകളിൽ പ്രദർശിപ്പിച്ച് നടന്നിരുന്നത്. ഇന്ന് അതൊക്കെ മാറി 2 ദിവസം അങ്ങനെ തന്നെ ഉണ്ട്. പിന്നെയുള്ള 2 ദിവസം ബനിയൻ ക്ലോത്ത്സിന്റെ പാന്റും ടീഷർട്ടും ഇട്ടിട്ടാണ് അവര് പരേഡ് നടത്തുന്നത്. എങ്ങനെയുണ്ട്? 4 ദിവസം ഹറാമിലാണ്. ഈ പൊന്നുമോള് പ്രസവമെത്തുമ്പോ മകൾക്ക് എന്ത് ധൈര്യത്തിൽ നടക്കാൻ കഴിയും ഈ അങ്ങാടിയിലൂടെ? എന്ത് ഹയാ നമ്മൾ ആ വളം വെച്ചു കൊടുത്തത്. അതിനേക്കാൾ വലിയ രസം 2-3 മാസമൊക്കെ കൂടുമ്പോ ഓരോ ഈ കുട്ടികളുടെ രക്ഷിതാവിനെ വിളിച്ചിട്ട് എന്ത് ചെയ്യും? സൈൻ ചെയ്യിപ്പിക്കും. അവരുണ്ടാക്കിയ കൈപ്പയുടെ എണ്ണം പറഞ്ഞിട്ട് ഇങ്ങനെ സാറുമാര് സൈൻ ചെയ്തു വാങ്ങും. നരകത്തിന്റെ സൈന് വീണ്ടും ചെയ്യാം. പ്രിയപ്പെട്ട മുഅ്മിനെ, ആലോചിക്കണം. കരയുമ്പോ കൂട്ടുകാരി ചേർന്നു എന്ന് പറയുമ്പോ എല്ലാത്തിനും പെർമിഷൻ കൊടുക്കുന്നതല്ല സ്നേഹം, അല്ല സ്നേഹം. സാഹചര്യങ്ങൾ വളരെ മോശമാണ് അല്ലേ? സാഹചര്യങ്ങൾ വളരെ മോശമാണ്. എല്ലാ ഭാഗത്തും തിന്മകളാണ്. വലൗ അഅജബക കസറത്തുൽ ഖബീസ്. തിന്മകൾ നിന്റെ കണ്ണിനെ മഞ്ഞളിപ്പിക്കല്ലേ. തിന്മയാണ്. അവര് ചെയ്തത് നീ ചെയ്യല്ലേ. അവര് ചെയ്തു എന്ന് കരുതി നീയും ചെയ്യല്ലേ. അവൾ ആവശ്യപ്പെടുമ്പോ അതിന് ചേരാൻ അനുമതി കൊടുക്കുന്നത്, അവൾ ആവശ്യപ്പെടുന്ന ഡ്രസ് കോഡിന് പെർമിഷൻ കൊടുക്കുന്ന അതല്ല സ്നേഹം. സ്നേഹം എന്ന് പറഞ്ഞാൽ ഒരു ദിവസം അവൾക്ക് പല്ലുവേദന തുടങ്ങിയതാണ്. വീണ്ടും മകള് വീണ്ടും നമ്മുടെ കുട്ടി കരയുന്നത് മിഠായി വാങ്ങിച്ചു നൽകാനാണ്. ലോലിപോപ്പിന് കരഞ്ഞുകൊണ്ടിരിക്കുന്ന കുട്ടിക്ക് സ്നേഹമല്ലേ എന്ന് കരുതി നിങ്ങൾ വാങ്ങിച്ചു കൊടുക്കുന്നതാണോ?
നിങ്ങൾ വാങ്ങിച്ചു കൊടുക്കും. അതാണോ സ്നേഹം? അല്ലെങ്കിൽ 10 മിനിറ്റ് കഴിഞ്ഞാൽ പല്ലുവേദനയുടെ മുറിയാത്ത കരച്ചിൽ കേൾക്കുന്നതാണോ സ്നേഹം? നിങ്ങൾ പറ. അതുപോലെയാണ് ഇവിടുത്തെ നൈമിഷികമായ കൊല്ലങ്ങളിൽ നിങ്ങൾ കാണിക്കുന്ന തെറ്റിന് വേണ്ടിയുള്ള പെർമിഷനാണോ സ്നേഹം? നാളത്തെ ഖാലിദും മുഖല്ലദായ സ്വർഗത്തിൽ അവരും നിങ്ങളും ഒരുമിച്ച് സ്വർഗത്തിൽ വസിക്കേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കുന്നതാണോ സ്നേഹം? നിങ്ങൾക്ക് ആലോചിക്കാം. ഹക്കദാ വഹക്കദാ. യാ അലി, പൊന്നുമോനെ അലിയേ, മരുമകനെ അലിയേ, വൽ ജനാസതു ഇദാ ഹലറത്, ഒരാൾ മരിച്ചാൽ പെട്ടെന്ന് മറവ് ചെയ്യണേ അലിയേ, അതിനാ നീ മത്സരിക്കേണ്ടത്. യാ അലി, അലിയേ, മൂന്നാമതായി നീ മത്സരിക്കേണ്ട ഇനമേതാണെന്നറിയുമോ? അൽ അയ്യിമു ഇദാ വജദത് ലഹാ കുഫ്വാ. അൽ അയ്യിമു ഇദാ വജദത് ലഹാ കുഫ്വാ. കുഫുവത്ത യോജിച്ചൊരു ചെറുപ്പക്കാരനെ കണ്ടുകിട്ടിയാൽ പ്രായപൂർത്തിയായ പെണ്ണിനെ കെട്ടിക്കാനാണ് മത്സരിക്കേണ്ടതല്ലേ. ഇപ്പൊ 18 വയസ്സ് നിയമമാണ് ഇരിക്കട്ടെ. 18 കഴിഞ്ഞാലെങ്കിലും ഓളെ പ്രാക്ടീസ് ഓളെ കോഴ്സിന്റെ ഡ്യൂറേഷൻ ഒക്കെ പറഞ്ഞ് വെച്ച് നീട്ടാൻ അവസാനം ഉണ്ടാക്കി വെച്ച മാലയും വളയും ഇട്ട് കൊടുക്കാൻ കഴിയില്ല, കഴുത്തില്ല. അവൾ പോയില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു മത്സരിക്കേണ്ടത് എവിടേക്കാണ്? അൽ അയ്യിമു ഇദാ വജദത് ലഹാ കുഫ്വാ. പറയാ അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു ഇനിയും നിങ്ങൾ മത്സരിക്കേണ്ടത് എവിടേക്കാണ്? വെള്ളിയാഴ്ച നേരത്തെ പള്ളിയിലെത്താനാ മത്സരിക്കേണ്ടത്. അവ്വലു ബിജാ ഹദസ ഫിൽ ഇസ്ലാമി തർക്കുൽ ബുക്കൂ ഇലൽ ജാമിഅ. ജുമുഅക്ക് പള്ളിയിലേക്ക് നേരത്തെ വരുന്നത് നിർത്തിയതാണ് എന്റെ ശരീഅത്തിൽ നടന്ന ആദ്യത്തെ ബിദ്അത്ത്, പുത്തനാശയമെന്ന് പരിശുദ്ധ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. പള്ളിയിൽ നേരത്തെ വരലാണ് അവ്വലു ബിദ്അ, ആദ്യത്തെ പുത്തനാശയം നടന്നത് ഇസ്ലാമിൽ തർക്കുൽ ബുക്കൂർ, പള്ളിയിൽ നേരത്തെ വരലിനെ അവസാനിപ്പിച്ചതാണ്. ഇന്ന് നമ്മളെപ്പോഴാ പള്ളിയിൽ പോകാറ്? ഇരുന്നിട്ട് അങ്ങനെ പുറത്തു നോക്കിയിട്ട് പറയും, അല്ലേ ഞങ്ങള് അങ്ങാടിയിൽ ഇരിക്കുമ്പോ ഖത്തീബ് അങ്ങനെ വരുന്നുണ്ട്, പങ്കെടുക്കാനായിട്ടുണ്ട്, അയാൾക്ക് നേരത്തെ വന്നൂടെ? അയാൾക്ക് നേരത്തെ വരല് സുന്നത്തില്ല. അയാൾക്ക് പരമാവധി ലേറ്റായി വന്നിട്ട് ലേറ്റസ്റ്റ് ആയി അല്ലേ തിരിച്ചു പോലാ. ആദ്യം വരേണ്ടത് പ്രിയപ്പെട്ടവരെ നമ്മളാണ്, നേരത്തെ വരലാണ്. അത് ഒഴിവാക്കിയപ്പോഴാണ് ദുരന്തങ്ങൾ ഉണ്ടായത്. ഒരു 10-20 കൊല്ലങ്ങൾക്കപ്പുറത്തേക്ക് വെള്ളിയാഴ്ച ഒരു ചായ മക്കാനി തുറന്നെങ്കിലായി, മറ്റൊന്നും തുറക്കില്ല രാവിലെ. അതൊരു 8-9 മണി വരെ രാവിലെ വരുന്നവർക്ക്, സുബഹി കഴിഞ്ഞ് വരുന്നവർക്ക് കൊടുക്കുന്ന ഒരു കട്ടൻ ചായയും ഒരു പരിപ്പുവടയും അല്ലേ, അതിനപ്പുറമില്ല. ഇന്നങ്ങനെയല്ല. നേരത്തെ വരാൻ ആളില്ല പള്ളിയിലേക്ക്. വ്യാഴാഴ്ച അസർ കഴിഞ്ഞാൽ നഖം വെട്ടുന്ന തിരക്കിലാണ്, താടി ശരിയാക്കുന്ന തിരക്കിലാണ്, മുടി റെഡിയാക്കുന്ന തിരക്കിലാണ്, വസ്ത്രമയം ചെയ്യുന്ന തിരക്കിലാണ് അല്ലേ ഉപ്പമാർ വല്യപ്പമാരങ്ങനെ. ഇന്ന് അതൊന്നുമില്ല. ഏത് ഡ്രസ് കോഡിലും ഏത് വേഷത്തിലും കാര്യച്ചല്ല പള്ളി. പറഞ്ഞാലോ പിറ്റേന്ന് അതിലും വലിയതാണ്. ഒരുപാട് കളികൾ കലർന്നു വന്നു. ആര് പറയാനാണ്? ആരോട് പറയാനാണ്? പറഞ്ഞാൽ നാൾ അതിലും വലുതാ സംഭവിക്കാൻ പോകുന്നത്. ഒരു ലോകകപ്പ് നടന്ന സമയം മലപ്പുറം ജില്ലയിൽ ഒരിടത്ത് വയറ് നടന്നപ്പോ അവിടെ വന്ന ഒരു ഉസ്താദ് വിശാലമായി ആ ഫാൻസിനെ കുറിച്ചൊക്കെ പറഞ്ഞു കളഞ്ഞു. 2 മണിക്കൂർ നിറഞ്ഞ ഫാൻസിനെ കുറിച്ച്. പിറ്റേന്ന് അതേ അങ്ങാടിയിൽ സ്റ്റേജിന്റെ നേരിപ്പുറത്ത് ഒരു വലിയ കമാനം. ഉസ്താദിന് എന്തും പറയാം. അതിന്റെ മുകളിൽ ഹെഡിങ് ഇതാണ്, ഉസ്താദിന് എന്തും പറയാം, കപ്പ് അർജന്റീനക്ക് തന്നെ. ആര് കേൾക്കാൻ? ആരറിയാനാണ്? ആര് കേൾക്കാനാണ്? അവസാന നാളിൽ പറയുന്നത് കേൾക്കാതെ വരുമ്പോ അങ്ങനെ ഒരു കാലം വരും. പിന്തുടരുന്ന ആളുണ്ടാവില്ല. വയറില് ജോറാൻ പടച്ചവനെ. ഇന്നത്തെ ചെറുപ്പക്കാർ അങ്ങനെ തോന്നുകയാണ്. അല്ലാഹ് ഖുർറത്തുൽ ഐനായ മക്കളെ പ്രദാനം ചെയ്യണേ നാദാ. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. പ്രിയപ്പെട്ട മുഅ്മിനെ, അതാണ് നന്മയിലേക്ക് നേരത്തെ പള്ളിയിൽ ചെല്ലലാണ് നല്ലത്. സഹാബത്തിന്റെ ചരിത്രങ്ങളിൽ കാണാം, വെള്ളിയാഴ്ച അവർ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതുപോലും ബഅദൽ ജുമുഅക്ക് ശേഷമായിരുന്നുവെന്ന്. ജുമുഅക്ക് ശേഷമാണ് അവർ ബ്രേക്ക്ഫാസ്റ്റ്, അഥവാ വെള്ളിയാഴ്ച അന്ന് ജുമുഅ 8 മണിക്കായിരുന്നു എന്നല്ല.
അവര് സൂര്യൻ ഉദിച്ചു കഴിഞ്ഞാൽ പള്ളിയിലേക്ക് പോകുമെന്നാണ് മാന. ആ വെള്ളിയാഴ്ച നമ്മൾ മറന്നു കഴിഞ്ഞു. ഇനി വെള്ളിയാഴ്ച സലാം വീട്ടിയാൽ നമ്മുടെ കുട്ടികളെല്ലാം റുക്നിൽപ്പെട്ടതല്ല. രണ്ടാമത്തെ സലാം എന്ന് പഠിച്ചു വെച്ച പോലെ ഒരു ഇറങ്ങിപ്പോണാണ്ടാത്തോന്ന് ഇവരൊക്കെ വലിയ ഫിഖ് പണ്ഡിതന്മാരാണ്. എന്തുകൊണ്ട് രണ്ടാമത്തെ സലാം നിർബന്ധമല്ല. അപ്പോഴേക്ക് ചെരുപ്പിന്റെ കലബല ശബ്ദമായി. നമ്മളോട് അന്നലെ വാങ്ങിയ ചെരുപ്പാണ്, അതെടുത്തിട്ട് പോകുന്നരുതി. ആർക്കും നേരം വൈകി വരിക, നേരത്തെ പോവാ. ഇതല്ലേ ശൈലിയുള്ളത്? അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞിട്ടുണ്ട്, നേരത്തെ പോകലാണ് വെള്ളിയാഴ്ച ഖൈറ്, നേരം വൈകി ഇറങ്ങലാണ് വെള്ളിയാഴ്ച. അഥവാ അലാ അഹദ്തുക്കും അലാ ഉഹദ്ദിസുക്കും ഇൻ അഖൽതും അദ്റക്തും മൻ സബഖകും. നിങ്ങളുടെ മുൻഗാമികൾക്ക് 1000 കൊല്ലത്തൊക്കെ വയസ്സുണ്ടായിരുന്നല്ലേ? അത്രയും കാലം അവർ ചെയ്ത അമലിനോട് കടപിടിക്കുന്ന അമൽ ഞാൻ പറഞ്ഞു തരട്ടെ. അല്ലാഹു തആല കബൂൽ ചെയ്യട്ടെ. പറയട്ടെ, ഇതോട് പറഞ്ഞ് അവസാനിച്ച് പറയട്ടെ. അതാണ് ഏതാണത്? തുസബ്ബിഹൂന വതഹ്മിദൂന വതുകബ്ബിറൂന ഖൽഫ കുല്ലി സലാത്തിൻ 33. മുൻഗാമികളൊക്കെ അടുത്തേക്ക് നിങ്ങൾക്ക് ഇബാദത്ത് കൊണ്ടെത്തണോ? എല്ലാ നിസ്കാര ശേഷവും തുഹമ്മിദൂ വതുഹ്മിദൂന വതുസബ്ബിഹൂന വതുകബ്ബിറൂന 33 തവണ സുബ്ഹാനല്ലാഹ് പറയാൻ സമയമുണ്ടോ? 33 തവണ അൽഹംദുലില്ലാഹ് നേരമുണ്ടോ മോനെ? 33 തവണ അല്ലാഹു അക്ബർ പറയാൻ സമയമുണ്ടോ നമ്മൾക്ക്? ഇത് ചെല്ലിയാൽ എല്ലാ ഫർള് നിസ്കാരങ്ങളുടെയും ശേഷവും ചെല്ലിയാൽ ആയിരക്കണക്കിന് കൊല്ലം ജീവിച്ച മുൻഗാമികളായ ഉമ്മത്തിന്റെ ഇബാദത്തിനോട് അടുത്തെത്താൻ കടപിടിക്കാൻ നമുക്ക് കഴിയുമെന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം സലാം വീട്ടും മുമ്പ് ഇറങ്ങി പോന്നാൽ എങ്ങനെയാ കഴിയാ? സഅദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ തോളത്ത് കൈ വെച്ചിട്ട് ഹബീബ് പറഞ്ഞത്, യാ സഅദ്, സഅദ് എല്ലാ നിസ്കാര ശേഷം നീ പറയണേ സഅദ്, അല്ലാഹുമ്മ ഇന്നി അലാ ദിക്രിക വശുക്രിക വഹുസ്നി ഇബാദതിക വതൗഫീഖി തഅതിക വഈമാനിക യാ അല്ലാഹ്. സഅദ്, സഅദ് നിസ്കാര ശേഷം പറയണേ സഅദ്. ഇത് പറയാൻ എവിടെയാ നേരം? അല്ലാഹുമ്മ ഇന്നി അലാ ദിക്രിക വശുക്രിക വഹുസ്നി ഇബാദതിക വതൗഫീഖി തഅതിക വഈമാനിക യാ അല്ലാഹ്. പടച്ചവനെ, നിനക്ക് ഇബാദത്ത് ചെയ്യാൻ, നിനക്ക് ശുക്ർ ചെയ്യാൻ തൗഫീഖ് തരണേ അല്ലാഹ്. പടച്ചവനെ, ഇബാദത്തിന് തൗഫീഖ് തരണേ അല്ലാഹ്. 60 കൊല്ലം ജീവിച്ച് ഇബാദത്ത് ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് റബ്ബി ലൗലാ അഖർതനി ഇലാ അജലിൻ ഖരീബ്, ഇബാദത്ത് ചെയ്യാൻ തൗഫീഖ് ഉണ്ടായില്ല. അതുകൊണ്ട് അസ്രായേലിന്റെ മുമ്പിൽ കെഞ്ചാൻ ഒരിത്തിരി നേരം. സമ്പത്തുണ്ടായിട്ടുണ്ട്, നന്മക്ക് കൊടുക്കാൻ സമയം കിട്ടിയിട്ടില്ല, അഥവാ തൗഫീഖ് ഉണ്ടായിട്ടില്ല. ആരോഗ്യമുണ്ട്, തൗഫീഖില്ല. പ്രിയപ്പെട്ട മുഅ്മിനെ, ചെറുപ്പക്കാര, ഇതെല്ലാം നിനക്കുണ്ട്. ഈ സമയത്ത് കാശ് അല്ലാഹു നിനക്ക് തന്നിരിക്കാം, ഇല്ലെങ്കിൽ അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. ആരോഗ്യം നിന്റെ കയ്യിലുണ്ട്, മനസ്സിൽ ആഗ്രഹിക്കുന്നതനുസരിച്ച് പ്രവർത്തിക്കാൻ നിനക്ക് സാധ്യമാണ്. പൊന്നുമോനെ, സമയം നിന്റെ മുമ്പിലുണ്ട്, എല്ലാമുള്ള സമയമാണ്. നന്മക്ക് വേണ്ടി ഓടാൻ സമയം കണ്ടെത്തിയാൽ, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ചെറുപ്പക്കാരെ, നാടിന് ഭാരമാവാതെ, മതത്തിന് ഭാരമാവാതെ, മതത്തിന്റെ നിയമങ്ങളെ മാനിച്ച് ജീവിക്കാൻ ശ്രമിക്കുന്ന ഒരു ഉത്തമ വനിതയായി, ഉത്തമ പുരുഷനായി മാറാൻ നമ്മൾ ഓരോരുത്തരും ശ്രമിച്ചാൽ നീ കരിയാടിന്റെ എല്ലാമായി മാറുമെന്നാണ്. ലൗലാ ശബാബുൻ ഹുശ, നിന്നെ പോലെയുള്ള നല്ല അല്ലാഹുവിനെ പേടിക്കുന്ന ആൺകുട്ടികളാണ്, പെൺകുട്ടികളാണ്. ലസബ്ബല്ലാഹു അലൈഹിമുൽ അദാബ സബ്ബാ. ഈ കരിയാട് ദുരന്തങ്ങളൊന്നുമില്ലാതെ അല്ലാഹു പ്രൊട്ടക്ട് ചെയ്യുന്നതിന്റെ കാരണം എന്റെ പ്രിയപ്പെട്ട SKSF-കാരാ നീയാണ്, ഞാനല്ല പറയുന്നത്, ഹബീബാൻ. ലൗലാ ശബാബുൻ ഹുശ, അല്ലാഹുവിനെ പേടിക്കുന്ന ആണ്, പെണ്ണ്, ചെറുപ്പക്കാർ നാട്ടിലുണ്ടായാൽ ലസബ്ബല്ലാഹു അലൈഹിമുൽ അദാബ സബ്ബാ.
ഞെട്ടറ്റുപോയ മാലയിലെ മുത്തുമണികൾ താഴെ വീഴുന്ന പോലെ അവന്റെ പരീക്ഷണങ്ങൾ വന്ന് വധിക്കുമ്പോ അതില്ലാതാകുന്നത്, അത് ചെറുക്കുന്നത് എന്റെ ചെറുപ്പക്കാർ, എന്റെ വനിതകളാണെന്ന് പുണ്യനബി മുഹമ്മദ് മുസ്തഫ. ബ്ലഡ് ട്യൂമർ ഉണ്ട്, ലെൻസ് ക്യാൻസർ ഉണ്ട്, ബ്രസ്റ്റ് ക്യാൻസർ ഉണ്ട്, ബ്ലഡ് ക്യാൻസർ ഉണ്ട്, എപ്പിഡമിക് ഡിസീസുകളുണ്ട്, കിഡ്നി ഫെയിലിയർ ആയവരുണ്ട്, ഹാർട്ട് അറ്റാക്കിന്റെ എല്ലാവിധ രോഗങ്ങളുടെയും അടിമകളുണ്ട്. പ്രിയപ്പെട്ടവരെ, അല്ലാഹു തരുന്ന പരീക്ഷണമാണ്. എല്ലാം തടഞ്ഞു നിർത്തിയിരുന്ന എന്റെ ആണേ പെണ്ണെ ചെറുപ്പക്കാരാ, പിന്നോക്കം പോവല്ലേ. നാടിന്റെ ബാക്ക് ബോൺ നീയാണ്, നാടിന്റെ എല്ലാം നീയാണ്. നീ മാറിക്കളിച്ചാൽ, നീ കോട്ടയിൽ നിന്ന് മാറിപ്പോയാൽ, നീ ട്രാക്കിൽ നിന്ന് മാറിപ്പോയാൽ നാട് തകർന്നു പോകുമെന്ന് വളരെ സ്നേഹത്തോടെ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കട്ടെ. സത്യം സത്യമായി ബോധ്യപ്പെട്ട് തിന്മയിൽ നിന്ന് മാറി നിൽക്കാൻ നീ തയ്യാറായാൽ അല്ലാഹു നിനക്ക് അതിനേക്കാൾ ഇപ്പോഴുള്ള ജീവിതത്തെക്കാൾ ഖൈറായത് തരും.